ഒരു മിനിറ്റ് കൊണ്ട് കിഡ്നിയിലെ കല്ല് പുറത്തെടുത്ത് കൊടുക്കുന്ന അത്ഭുത ചികിത്സകരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ? സംഭവം തട്ടിപ്പാണ്. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. पकड़ पाओगे ऐसे थोड़ा बहुत? अरे दादा ഓ മൂപ്പർക്കും കല്ലുണ്ട്. ഈ ചികിത്സ ചെയ്യുന്നവർക്കും അവരുടെ മുൻപിൽ പോയിരിക്കുന്ന ആളുകൾക്കും നമ്മുടെ ശരീരത്തിൽ കിഡ്നിയുടെ പൊസിഷൻ എവിടെയാണെന്ന് പോലും അറിയില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം കിഡ്നിയിലെ കല്ല് എന്ന് പറഞ്ഞ് അവർ കല്ല് പുറത്തെടുക്കുന്നത് വയറിൽ നിന്നാണ്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് ഈ തട്ടിപ്പിന് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. 52ാമത്തെ എപ്പിസോഡായിരുന്നു. അന്ന് ഇത്തരം വീഡിയോകൾ അവതരിപ്പിക്കുന്ന സമയത്ത് പ്രചരിക്കുന്ന വീഡിയോകൾ ഫുൾ ലെങ്ത്തിൽ തന്നെ നമ്മൾ കാണിക്കുമായിരുന്നു. പക്ഷേ അത് യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ നിയമങ്ങൾക്കെതിരായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിലീറ്റായി പോയ എപ്പിസോഡിൽ നിന്നും ആ തട്ടിപ്പിൻ്റെ ഭാഗം നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു ഭാഗം മാത്രം ഒരിക്കൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സാധാരണ ഇത്തരത്തിലുള്ള ഈ ചികിത്സ ചെയ്യുന്ന ആളുകളൊന്നും തന്നെ ഇതേ രീതിയിൽ ഇങ്ങനെ കൈയൊന്നും കാണിച്ചു തരുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിശ്വസനീയമാവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കൈ കാണിക്കുന്നത്. കയ്യിലൊന്നും തന്നെയില്ല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഈ കൈയിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഞാനിത് എടുക്കാൻ പോകുന്നത്, അതായത് കല്ലെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. കയ്യിലൊന്നും തന്നെയില്ല. നോക്കാം. ഈ ഭാഗത്തു നിന്നാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ ഒരു വയറിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ എൻ്റെ ഈ കയ്യിൽ നിന്നും അതെടുത്ത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ കൈ ഉപയോഗിച്ചല്ലാതെ തന്നെ വായു ഉപയോഗിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് കൂടുതലായിട്ടും തമിഴ്നാട്ടിലാണ് അത്തരത്തിലുള്ള ആളുകളുള്ളത്. അപ്പോൾ എന്തായാലും അവരെങ്ങനെയാണ് വായു ഉപയോഗിച്ച് ആ കല്ല് പുറത്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ കൈയിൻ്റെ ഈ ഭാഗത്ത് തന്നെ നമുക്കെടുക്കാം. രണ്ട് കല്ലുകളാണ് എടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു രീതിയാണ് പൈപ്പ് ഉപയോഗിച്ച്, അതായത് ഇതേ രീതിയിലുള്ളൊരു പൈപ്പ്. ഇതിലൊന്നും തന്നെ ഇല്ല, കണ്ടില്ലേ? ഒന്നും തന്നെ ഇല്ലാത്തൊരു കാലിയായിട്ടുള്ളൊരു പൈപ്പാണ്. ഈ പൈപ്പും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. കാണിച്ചു തരാം. ഒരു കല്ല് വന്നിരിക്കുകയാണ്. വീണ്ടും കാണിക്കാം. രണ്ടാമത്തെ കല്ല്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ അത്ഭുത ചികിത്സക്കാരും കല്ലുകൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് നോക്കാം. ഞാൻ ഇതിനുപയോഗിച്ചത് കല്ലല്ല, ശരിക്കും ഞാൻ ചെറുപയറാണ് ഇതിനുപയോഗിച്ചത്. ഇതിപ്പോൾ ഒരു ചെറുപയർ എൻ്റെ കയ്യിലുണ്ട്. ഈ ചെറുപയർ ഇതേ രീതിയിൽ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്ത്, നല്ല രീതിയിൽ പരിശീലനം നേടിയ ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാഗത്ത് 1, 2, 3 നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. കണ്ടില്ലേ? ഇവിടെ ചെറിയ തോതിൽ ഇങ്ങനെ സൂക്ഷിക്കാം. ഈ ഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, ഈ ഭാഗം കാണിച്ചു കൊടുക്കാം. കണ്ടില്ലേ? നമുക്ക് കൈയൊക്കെ മൂവ് ചെയ്താലൊന്നും അത് നല്ല രീതിയിലുള്ള പരിശീലനം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ അതിരുന്നോളും. അപ്പോൾ ഈ രഹസ്യം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇതേ രീതിയിൽ ഇങ്ങനെ കയ്യിൽ നിന്നും എടുക്കുന്നു. അതിനുശേഷം ഈ പാത്രത്തിലേക്ക് ഇടുന്നു. ഇനി വായു ഉപയോഗിച്ച് കിഡ്നി കല്ലെടുക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. അതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ? ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറുപയറാണ്, ഇത് വായിലിടുകയാണ്. കണ്ടോ? വായിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ഓരോന്നായിട്ട് എനിക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. കണ്ടില്ല? ഒരെണ്ണം വന്നു, രണ്ടെണ്ണം വന്നു, മൂന്നാമത്തെയും വന്നു. അതുപോലെ തന്നെ പൈപ്പ് ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം വായിൽ നേരത്തെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന കല്ലുകളാണ് അവർ പുറത്തെടുക്കുന്നത്. യഥാർത്ഥത്തിൽ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾ ഇവരുടെ അടുത്ത് പോയാൽ യാതൊരു തരത്തിലും ഇവരുടെ അസുഖം മാറുന്നതല്ല. കാരണം ഇത് വളരെ വലിയൊരു തട്ടിപ്പാണ്. ഇനി അസുഖം മാറി എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് ഈ കിഡ്നി സ്റ്റോണും ആയിരിക്കുകയില്ല. അതല്ലെങ്കിൽ വളരെ ചെറിയ എന്തെങ്കിലും വേദന, അത് മറ്റുള്ള ആളുകൾ പറയും ഇത് കിഡ്നി സ്റ്റോണിൻ്റെ വേദനയാണെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു അത്ഭുതം കാണുമ്പോൾ, ഒരു പ്ലാസിബോ എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥ രോഗികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദന മാറിയതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. വിഷ്വലി അത് കാണുമ്പോൾ എൻ്റെ വയറിൽ നിന്നും ഇത്രയും കല്ലുകൾ പുറത്തെടുത്തല്ലോ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം മാറി എന്നൊരു തോന്നൽ അവരുടെ ബ്രെയിനിൽ ഉണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത്.
അപ്പോൾ പ്രചരിക്കുന്ന വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഇത്തരം അത്ഭുത ചികിത്സകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. കാരണം 52ാമത്തെ എപ്പിസോഡ് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ അന്ന് അവതരിപ്പിച്ചത്. പക്ഷേ എന്നിട്ട് പോലും ഇപ്പോഴും ഇത്തരം അത്ഭുത ചികിത്സയുണ്ടെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുടെ കമൻറ്റ് അന്ന് നമ്മൾ കാണാനിടയായി. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആളുകൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരം വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.